ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിൾ ക്യാപ്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ HTML ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ റോ സ്പാൻ, കോളം സ്പാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി ഈ ടേബിളിന് നമ്മളൊരു ക്യാപ്ഷൻ കൊടുക്കണം. അതെങ്ങനെയാണെങ്കിൽ ക്യാപ്ഷൻ അല്ലെ ഒരു ടൈറ്റിൽ ഒക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് സാധാരണ ഒരു മാർക്ക് ഷീറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് എന്ത് ടേബിൾ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കാണും. അതാണ് നമ്മൾ ഈ ക്യാപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എന്താണ് ടേബിളിന്റെ മുകളിലായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ HTML ടാഗ് ഓപ്പൺ ചെയ്യാണ്. HTML ടാഗിന്റെ ഉള്ളിലാണ് നമ്മുടെ കോഡ് എഴുതുന്നത് നമുക്കറിയാം. HTML ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിന്റെ അകത്തായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഹെഡ് എന്നുള്ള ടാഗ് കൊടുത്തു. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഹെഡിന്റെ അകത്തടുത്ത് നമ്മൾ കൊടുക്കുന്നത് ടൈറ്റിൽ ടാഗ് ആണ്. ടൈറ്റിലായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ടേബിൾ ക്യാപ്ഷൻ എന്നുള്ള ടൈറ്റിലാണ് കൊടുക്കുന്നത്. ടേബിൾ ക്യാപ്ഷൻ ഓക്കെ, ടൈറ്റിൽ കൊടുത്തു. ഇനി ഹെഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹെഡിന്റെ താഴെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യുന്നത്. ബോഡി പാർട്ട് ഓപ്പൺ ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് ഞാനൊരു ടേബിൾ ക്യാപ്ഷൻ എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഹെഡിങ് നമ്മുടെ വെബ് പേജിൽ ഒരു ഹെഡിങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ കൊടുക്കുന്നതേ ഉള്ളൂ. H1. ഇനി അതിന്റെ അലൈൻമെന്റ് എന്താണ് കൊടുക്കുന്നത്, അലൈൻ ഇസ് ഈക്വൽ ടു സെന്റർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ടേബിൾ ക്യാപ്ഷൻ ആണ് എന്നോടും. നമുക്കിതൊന്ന് വെബ് പേജിൽ കണ്ടു നോക്കാം. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ HTML കോഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഓരോരോ പോർഷനായിട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി ചെയ്യുവാണ്. ഞാനിവിടെ HTML ടേബിൾ ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട്. .html എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തത് സേവ് ചെയ്തു. ഇത് സേവ് ചെയ്തു. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടേബിൾ ക്യാപ്ഷൻ എന്നുള്ള ഹെഡിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യേണ്ടത്, ടേബിൾ ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. ടേബിൾ ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ നെയിം, റോൾ നമ്പർ, മാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 കോളംസ് ഉള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം PD, ഫസ്റ്റ് റോ ആയതുകൊണ്ട് TRന്റെ അകത്ത് നമ്മൾ എന്തെഴുതും, PD ടാഗ് അല്ലെ. PD ടാഗിന്റെ അകത്ത് റോൾ നമ്പർ /PD ഫസ്റ്റ് സെല്ലാണ്. അടുത്ത സെല്ലിൽ നമുക്ക് വേണ്ടത് നെയിം ആണ്. നെയിം PD. അടുത്ത സെല്ലിൽ നമുക്ക് വേണ്ടത് മാർക്സ് ആണ്. ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ടേബിൾ ടാഗും ക്ലോസ് ചെയ്തു. ടേബിൾ ടാഗിന്റെ ഉള്ളിൽ വേണം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ, ടേബിൾ എന്നുള്ള ആവശ്യമായിട്ടുള്ള ടാഗ്സ് എഴുതാൻ. നമുക്കിവിടെ TR ടാഗ് ക്ലോസ് ചെയ്തില്ലായിരുന്നു, ഞാൻ TR ടാഗ് കൂടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ടേബിൾ ടാഗിന്റെ ഉള്ളിൽ ഒരു റോ ക്രിയേറ്റ് ചെയ്തു. ആ റോയിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു, 3 സെൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എത്ര ഭാഗമെന്ന് നോക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ടേബിളിന്റെ ബോർഡർ ഒന്നും വന്നില്ല, ഒരു ടേബിളിന്റെ ഫോർമാറ്റ് വന്നില്ല അല്ലെ. ടേബിളിന്റെ ഫോർമാറ്റിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ടേബിൾ എന്ന് എഴുതി സ്പേസ് ഇട്ടിട്ട് ബോർഡർ എന്ന് എഴുതിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. 1 or 2 വാല്യൂസ് അവിടെ കൊടുക്കുക. കൊടുത്തു. സേവ്. ഒരു ടേബിളിന്റെ ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. ഒരു റോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത റോയിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം.
PR. റോൾ നമ്പറിന്റെ സ്ഥലത്ത് നമുക്ക് എന്ത് വേണം? നമ്പേഴ്സ് ആണ് ഇനി ആവശ്യം. 1. ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. രണ്ടാമത് എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക. അരുൺ എന്ന പേര് കൊടുത്തു. എന്ത് കൊടുക്കുക? മാർക്ക് കൊടുക്കുക. TD മാർക്ക് എത്രയാണ്? ഒരു 87 കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ആ റോ നമ്മൾ ക്ലോസ് ചെയ്തു. ടാഗ് ക്ലോസ് ചെയ്തു. നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ് അറിയാലോ. ആദ്യം ഒരു റോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ റോയിൽ ആവശ്യമായിട്ടുള്ള സെൽസ് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് റോ എൻ്റർ ചെയ്യാം. TD രണ്ടാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? TDക്കകത്ത് രണ്ടാമത്തെ ആളുടെ പേര് കൊടുക്കുക. മായ എന്ന് കൊടുക്കാം. TD ഇനി മാർക്ക് കൊടുക്കുക. മാർക്ക് ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ടാഗ് ക്ലോസ് ചെയ്തു. നമ്മൾ ടേബിൾ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ 3 റോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് സേവ് ചെയ്തിട്ട് നോക്കാം. 3 റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സെന്ററിലായിട്ട് കൊണ്ടുവരാം. സെന്ററിലായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇപ്പം ഞാനിത് സൂം ചെയ്ത് കാണിക്കാം. കുറച്ച് സെന്ററിലായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അല്ലേ ഇതിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ ടാഗിന്റെ ഓപ്പൺ ടാഗിന്റെ ഉള്ളിൽ വേണം പറയാൻ. അലൈൻ ഇസ് ഈക്വൽ ടു സെന്റർ. ഓക്കെ, സേവ്. അപ്പൊ നമുക്ക് ടേബിൾ എവിടെ കിട്ടി? സെന്ററിൽ കിട്ടി. ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ടൈറ്റിൽ ആഡ് ചെയ്യണം. ടൈറ്റിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ടേബിളിന്റെ ഓപ്പൺ ടാഗ് കണ്ടോ? നമ്മൾ പറഞ്ഞു ടേബിളിന്റെ ഉള്ളിലാണ് ടേബിൾ ടാഗിന്റെ ഉള്ളിലാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഓപ്പൺ ടാഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു തൊട്ട് താഴത്തെ ലൈനിൽ നമ്മൾ ക്യാപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടാഗ് കൊടുക്കുക. ക്യാപ്ഷൻ ഒരു ടാഗ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കുക. മാർക്ക് ഷീറ്റ്. ഓക്കെ, മാർക്ക് ഷീറ്റ് എന്ന് എഴുതി. എന്നിട്ട് ക്യാപ്ഷൻ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ ക്യാപ്ഷൻ എന്നുള്ളത് ഒരു ടാഗ് ആയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ? ടേബിൾ ടാഗിന്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ടേബിളിലെ ഓരോ സെല്ലും തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ ക്യാപ്ഷൻ കൊടുക്കേണ്ടത്. നമ്മളവിടെ എഴുതി. അതെ, മാർക്ക് ഷീറ്റ് എന്നുള്ള ക്യാപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് ക്യാപ്ഷൻ ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടൈറ്റിൽ, അല്ലെങ്കിൽ ആ ടേബിളിനെ കുറിച്ച് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ. ആ ടേബിളിന്റെ മുകളിലായിട്ടായിരിക്കും നമുക്ക് കാണിക്കുന്നത്. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ടേബിൾ ടാഗിന്റെ ഓപ്പൺ ടാഗ് കഴിഞ്ഞിട്ട് ക്യാപ്ഷൻ എന്നൊരു ടാഗ് കൂടെ നമ്മൾ കൊടുത്തു. അത് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതിന്റെ ഇടയിലായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സെല്ല് ക്രിയേറ്റ് ചെയ്തു, ഓരോ റോയും ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ 3 റോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓരോ റോസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ അകത്ത് പേര് നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ടേബിൾ ക്യാപ്ഷൻ എന്നുള്ള ടോപ്പിക്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഇപ്പം ഇവിടെ TD ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? TD എന്ന് പറഞ്ഞാണ് എല്ലാ സെല്ലും കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് റോയിൽ കിടക്കുന്നതിന് ഒരു ഹെഡിങ് പോലെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? TH ആയിട്ട് കൊടുക്കും. അവിടെ TD അല്ല കൊടുക്കേണ്ടത്, TH ടാഗാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടേബിൾ ഹെഡ് എന്ന് പറഞ്ഞിരുന്നു. ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. TH സേവ് ചെയ്തിട്ട് അത് റീലോഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഒരു ഹെഡിങ് പോലെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ ക്യാപ്ഷൻ. ഓക്കെ, താങ്ക് യു.